ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് ബാക്കിലേക്ക് ഫ്ലോറിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു റിലാക്സേറ്റീവ് യോഗാസന എന്ന രീതിയിൽ പരിചയപ്പെടുന്ന ഒരു മൂവ്മെൻറ്റ് പരിചയപ്പെടാം. നമുക്കറിയാം, നമുക്ക് ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ നിന്നെല്ലാം മാറി നമുക്ക് യോഗാസനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് യോഗാസനങ്ങൾ ഇന്ന് നമുക്ക് മുൻ എപ്പിസോഡുകളിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്ന ഒരു മൂവ്മെൻ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത്. പക്ഷേ നമുക്ക് കാൽമുട്ട് വേദനയുള്ളവർക്ക് ഈ ഒരു യോഗാസനം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കാൽമുട്ടുകൾ നന്നായിട്ട് ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള, അതായത് നന്നായി മടങ്ങിയിരിക്കുന്ന ഒരു പൊസിഷനിലാണ് നമ്മൾ ഈ മൂവ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നീ ജോയിൻറ്റ് പെയിൻ ഉള്ളവർ, അല്ലെങ്കിൽ നീ ജോയിൻറ്റ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർജറി ചെയ്തവർ, ഇവരെല്ലാം ഈ ഒരു മൂവ്മെൻറ്റ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബാക്കിയുള്ള എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു യോഗാസനമാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. വജ്രാസനത്തിലിരുന്ന് ബാക്കിലേക്ക് പോകുന്ന ഒരു മൂവ്മെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ്, അതുപോലെ സ്പൈൻ അറൗണ്ട് മസിൽസ്, നമ്മുടെ നെക്ക് റീജിയൻ, അതുപോലെ ഹെഡ്, ഇവയെല്ലാം ഒരു റിലാക്സേറ്റീവ് സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നു. അതുപോലെ കാല് നന്നായി മടക്കി ഫുൾ നമ്മളൊരു മലർന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനമായതുകൊണ്ട് തന്നെ ഒരു ശവാസനത്തിൻ്റെ ഒരു ഗുണം, ശവാസനത്തിൻ്റെ അത്ര തന്നെ ഗുണം ചെയ്തില്ലെങ്കിലും അതിനോട് ഏകദേശം കിട പിടിക്കാവുന്ന ഒരു യോഗാസനമായി നമുക്ക് ഇതിനെ തിരഞ്ഞെടുക്കാം. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഈ ലൈഫിൽ നമുക്ക് പലർക്കും ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിപ്രഷൻ. ഇങ്ങനെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇങ്ങനെ രണ്ട് തലത്തിലേക്ക് നമുക്ക് ഈ ഒരു നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് തരംതിരിക്കാം. ഈ രണ്ട് പ്രോബ്ലം ഉള്ളവർക്കും നമുക്ക് ഈ മൂവ്മെൻറ്റ് തിരഞ്ഞെടുക്കാം. ദിവസത്തിൽ നമുക്ക് ഒരു പൊസിഷനിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 10 കൗണ്ട്സ് വരെ, അല്ലെങ്കിൽ 20 കൗണ്ട്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കത് 1 റൗണ്ടിൽ നിന്ന് കൂട്ടാം. അതിന് നമുക്ക് 1 മുതൽ 3 തവണ വരെ ഒരു ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി വജ്രാസനത്തിലേക്ക് വരാം. വജ്രാസനത്തിൽ നന്നായി നിവർന്നിരിക്കാം. അതിനുശേഷം 2 കാലുകളും ഇരുവശത്തേക്കുമായിട്ട് മടക്കി വയ്ക്കാം. 2 കാലുകളും 2 സൈഡിലേക്കും മടക്കാം. കാൽമുട്ടുകൾ തമ്മിൽ ചെറിയൊരകലം കീപ്പ് ചെയ്യാം. അതിനുശേഷം കൈപ്പത്തികൾ ഫ്ലോറിൽ പുറകിൽ നന്നായി പ്രസ് ചെയ്ത് വയ്ക്കാം. സാവധാനം സ്ലൈഡ് ചെയ്തുകൊണ്ട് കൈമുട്ടുകൾ ഫ്ലോറിൽ പ്രസ് ചെയ്തുകൊണ്ട് പതുക്കെ കിടക്കാം. കംഫർട്ടായതിനു ശേഷം കൈകൾ നന്നായി പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കാം. 1 മുതൽ 10 വരെ നമുക്ക് എണ്ണാം. പറ്റാവുന്നവരെല്ലാം 1 മുതൽ 20 വരെ എണ്ണാം. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ഈ ഒരു പൊസിഷനിലേക്ക് വന്നത് അതേ രീതിയിൽ തിരിച്ചു വരാം. കൈ രണ്ടും ഫ്ലോറിൽ കൈ മുട്ടുകൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വയ്ക്കാം. സാവധാനം എഴുന്നേൽക്കാം. കൈപ്പത്തികൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ പൊസിഷനിലേക്ക് വരാം. 2 കാലുകളും ശരീരത്തിനോട് ചേർത്ത് വജ്രാസനത്തിലേക്ക് കൊണ്ടുവരാം. ഈ രീതിയിൽ വളരെ സുഖമായിട്ട് ചെയ്യാവുന്ന, നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് യാതൊന്നും തന്നെ ഇല്ലാത്ത ഒരു യോഗാസനമാണ് ഇന്ന് നമ്മൾ കണ്ടത്. പക്ഷേ നമുക്ക് കാൽമുട്ട് നന്നായിട്ട് ഫ്ലെക്സ്ഡ് ആവണം എന്നുള്ള ഒരു പോയിന്റ് മാത്രമേ ഇതിലുള്ളൂ. അത് ചെയ്യാൻ കഴിയുന്നവർക്ക് തീർച്ചയായും ഡെയിലി റൂട്ടീനിൽ ഈ ഒരു മൂവ്മെൻറ്റ് ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു യോഗാസനമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.